ഒരുപാട് ടോപ്പിക്കുകൾ ഇങ്ങനെ മിക്സ് ആക്കി പഠിക്കുന്ന തിരക്കിലായിരിക്കും. ഇപ്പം 8 ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് പഠിക്കേണ്ടത് എന്തോ ഒരു ഐഡിയ ഇല്ല. കുറേ ടോപ്പിക്കുകളുണ്ട്. അതാണെങ്കിൽ ആദ്യം പഠിച്ചത് മറന്നു പോകുന്നു. ഓർഗാനിക്കിലാണെങ്കിൽ കാറ്റലിസ്റ്റ് ഓർമ്മയില്ല, റിയേജൻറ്റുകൾ ഓർമ്മയില്ല, അതിൽ റിയാക്ഷനുകൾ ഓർമ്മയില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ആശയക്കുഴപ്പത്തിലേക്കായിരിക്കും മക്കൾ നിൽക്കുന്നത്. അപ്പം ഈ ഒരു സമയത്ത് ഞങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു 10 ടോപ്പിക്കുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും നമ്മൾ നോക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 2018 മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നവർ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ഇടാൻ ശ്രമിച്ച കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അതന്നെ വരണം അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചാൻസ് കൂടുതലാണ്, അതിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട്. കാരണം ആ ടോപ്പിക്കുകളിൽ നിന്ന് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കൊളറാഷസ് ലോ എന്ന് പറയുന്ന ടോപ്പിക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ അതാരെങ്കിലും നോക്കിയിട്ടില്ലെങ്കിൽ, അതാരെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിൽ, ആ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചു പോയിക്കോ. സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു എക്സാമ്പിൾ ആയിട്ട്, ഫോർ എക്സാമ്പിൾ ലാംഡ എം ഓഫ് NaCl എന്നൊക്കെ പറഞ്ഞിട്ട്, ലാംഡ 0 എം ഓഫ് NaCl എന്നൊക്കെ പറഞ്ഞിട്ട് NaClൻ്റെ വെച്ചിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കുക. അതിൽ നിന്ന് ന്യൂമറിക്കലും സാധാരണ നമ്മൾ ചെയ്യാറുണ്ട്, 1-2 ന്യൂമറിക്കലും ചെയ്യാറുണ്ട്. അതൊക്കെ ഒന്ന് അറിയില്ലേ നോക്കുക. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ആയിരിക്കും ചോദിക്കുക, ചിലപ്പോൾ അതിൻ്റെ ന്യൂമറിക്കലായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ ആയിരിക്കും ചോദിക്കുക. പറഞ്ഞതിൻ്റെ ഉദ്ദേശം എത്രയേ ഉള്ളൂ, കൊളറാഷസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട പോയിന്റ് മറക്കാതെ പഠിച്ചു വെക്കുക. അതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട് തൊട്ട് മുന്നേ വരുന്നത്. ആ ഗ്രാഫ് എന്തിനാണ് ഉപയോഗിക്കുന്നതൊക്കെ ആ കൊളറാഷസ് ലോ ഐഡിയ സെറ്റ് അല്ലേ എന്ന് ഉറപ്പിച്ച് തന്നെ പോകണേ. കാരണം 2018, 19, 23, 24 കൊളറാഷസ് ലോ ചുറ്റിപ്പറ്റി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. രണ്ടാമത്തത് D&F ബ്ലോക്കിൽ നിങ്ങൾ ഒരിക്കലും വിടാതെ അതെല്ലാവരും പഠിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാന്തനോയിഡ് കോൺട്രാക്ഷനും അതിൻ്റെ കോൺസിക്വൻസസും. അത് അങ്ങനെ തന്നെ ചോദിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പകരം ലാന്തനോയിഡ് കോൺട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, അതിൻ്റെ ഡെഫിനിഷൻ അറിയാം, അതിൻ്റെ കോൺസിക്വൻസസ് അറിയാം, അത് ആർക്കൊക്കെയാണ്. അതിൻ്റെ 2 എക്സാമ്പിൾ ഉണ്ടല്ലോ, സിർക്കോണിയം, ഹാഫ്നി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാം പഠിച്ചോണം, മറന്നു പോകരുത്. 3 മാർക്കിന് വരെ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് 2022, 23, 24 ലാസ്റ്റ് ഇയറുകളിലൊക്കെ അത് ചോദിച്ചിട്ടുണ്ട്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ്റെ ഭാഗം ഇടാൻ എന്തോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദെൻ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടേക്ക് വരികയാണെങ്കിൽ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ കാനിസാരോ റിയാക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. കാനിസാരോ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കാനിസാരോ റിയാക്ഷൻ കാണിക്കാത്ത താഴെ പറയുന്നതിൽ ഏതാണ് കാണിക്കാത്തത്, ഏതാണ് കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവാൻ പാടില്ലല്ലോ കാനിസാരോക്ക്. അപ്പോൾ കാനിസാരോ റിയാക്ഷൻ ഓക്കെ അല്ലേ, അത് എങ്ങനെയാണ് റിയാക്ഷൻ എഴുതി പഠിച്ചിട്ടുണ്ടോ, കാനിസാരോ അങ്ങനെ പറഞ്ഞു പഠിച്ചാൽ പോലെ എഴുതി പഠിച്ചിട്ടുണ്ടോ, 2 ആൽഡിഹൈഡ് തമ്മിൽ കൂടി ചേരുമ്പോൾ ഒന്നിന് റിഡക്ഷൻ ഒന്നിന് ഓക്സിഡേഷൻ, അത് ഓർമ്മയിൽ സെറ്റ് അല്ലേ എന്ന് നിങ്ങൾ കൃത്യം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഇയറുകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദെൻ നാലാമത്തെ നമ്മൾ പറയുന്നത് വീണ്ടും നമ്മുടെ ആൽക്കഹോൾ എന്ന് പറയുന്ന ചാപ്റ്ററിന് സാലിസിലാൽഡിഹൈഡ്, ഫീനോളിനെ സാലിസിലാൽഡിഹൈഡ് ആക്കുന്നത് എങ്ങനെ, ഫീനോളിനെ ബെൻസോക്കിനോൺ ആക്കുന്നത് എങ്ങനെ, വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാവുന്നത് ഫീനോളിനെ സാലിസിലിക് ആസിഡ് ആക്കുന്നത് എങ്ങനെ, ഇങ്ങനെ പറയുന്ന കോൾബ് റിയാക്ഷൻ, റെയ്മർ ടൈമാൻ നെയിം, സയൻറ്റിസ്റ്റുകളുടെ നെയിമുള്ള റിയാക്ഷൻ എന്തായാലും നിങ്ങൾ നോക്കുമല്ലോ. അപ്പോൾ ഇത് ഓക്കെ സെറ്റ് അല്ലേ എന്ന് ലാസ്റ്റ് സമയത്ത് നിങ്ങൾ പോകുന്ന സമയത്ത്, എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവസാന സമയത്ത് ലാപ്പിൽ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നിങ്ങളുടെ മൈൻഡിലില്ലേ എന്ന് ഉറപ്പിക്കുക കേട്ടോ. അഞ്ചാമത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ പറയുന്നത് അസിഡിക് നേച്ചർ, ഫീനോളിൻ്റെ ചാപ്റ്ററിൽ തന്നെയുള്ള ഫീനോളിൻ്റെ അസിഡിക് നേച്ചർ. അത് പറയുമ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക, ഫീനോളിൻ്റെ അസിഡിക് നേച്ചർ പഠിക്കുമ്പോൾ ഉടനെ തന്നെ കാർബോക്സിലിക് ആസിഡിൻ്റെ അസിഡിക് നേച്ചറും കൂടെ പഠിച്ചു പോയിക്കോളുക. ഫീനോളിൻ്റെ അസിഡിക് നേച്ചർ എന്താണ് കാരണം, ആൽക്കഹോളിനേക്കാൾ അസിഡിറ്റി കൂടാനുള്ള കാരണം എന്താ എന്ന് നിങ്ങൾ പഠിക്കണം. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആൽഡിഹൈഡിൽ കാനിസാരോ പറഞ്ഞില്ലേ, അതുപോലെ കാനിസാരോൻ്റെ കൂടെ വരുന്നതാണ് ആൾഡോൾ കണ്ടൻസേഷൻ. കാനിസാരോ ആൾഡോൾ കണ്ടൻസേഷൻ നിങ്ങൾക്ക് എന്താക്കി പഠിക്കാം, കമ്പയർ ചെയ്ത് പഠിക്കാവുന്ന ടോപ്പിക്കാണ്. അതും പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കണം. ചോദിച്ച ഇയറുകൾ കണ്ടല്ലോ. ദെൻ മക്കളെ റിയേജൻറ്റുകളുടെ ടെസ്റ്റ് ചോദിക്കുമ്പോൾ ലൂക്കാസ് ടെസ്റ്റാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. മുമ്പ് വർഷങ്ങളിൽ ചോദിച്ച ഭാഗമാണ് ലൂക്കാസ് ടെസ്റ്റ്. എന്താണ് ലൂക്കാസ് റിയേജന്റ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്, അതിൻ്റെ റിയാക്ഷൻ എന്താണ് എന്നുള്ള ലൂക്കാസ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം പഠിക്കുക. കൂടെ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ നിങ്ങൾക്കൊന്ന് സജസ്റ്റ് ചെയ്യാം, ലൂക്കാസ് ടെസ്റ്റിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ടോളറൻസ് ടെസ്റ്റ്, ഫെലിങ്സ് ടെസ്റ്റ്, ഹാലോഫോം ടെസ്റ്റ്, ഈ 3 ടെസ്റ്റും കൂടെ ഒന്ന് മൈൻഡിൽ സെറ്റ് അല്ലേ എന്ന് ഉറപ്പിച്ചേക്കണേ. ചിലപ്പോൾ ഇപ്രാവശ്യം ഹാലോഫോം ടെസ്റ്റ് എന്നായിരിക്കാം ചോദിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വെറുതെ ആ ടെസ്റ്റ് ഇന്നതാണ് ടെസ്റ്റ് എന്ന് പഠിച്ചു പോകരുത്. അങ്ങനെ സർഫസ് മാത്രം പഠിച്ചു പോകുമ്പോഴാണ് എക്സാം ടഫ് ആവുന്നത്. സോ അതിൻ്റെ ഉള്ളിലേക്കെല്ലാം പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ D&F എന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. ഒന്നെങ്കിൽ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് അല്ലെങ്കിൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ പ്രിപ്പറേഷൻ സാധാരണ ചോദിക്കുന്നതാണ്. 4 മാർക്ക് വരെ ചോദ്യം പ്രതീക്ഷിക്കാം. ആ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതി പഠിക്കുകയും വേണം മക്കളെ. അത് സെറ്റല്ലേ D&F എന്നുള്ള ക്വസ്റ്റ്യൻ. ദെൻ എഗെയിൻ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിന്ന് ഫാരഡേസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട ഭാഗം. ഫാരഡേസ് ലോ എന്താണ്, 2 ലോ ഉണ്ട്, ഫാരഡേസ് ഫസ്റ്റ് ലോ, ഫാരഡേസ് സെക്കൻഡ് ലോ. ആ ഫാരഡേസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ന്യൂമറിക്കൽ സാധാരണ ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഫാരഡേസ് ലോ എൻ്റെ മൈൻഡിൽ സെറ്റാണ്. അതിലുള്ള ന്യൂമറിക്കൽ എനിക്ക് ചെയ്ത് പഠിക്കാൻ അറിയാം എന്നും കൂടെ നിങ്ങൾ ഉറപ്പുവരുത്തുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ 10ാമത്തെ ആൾ നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നുള്ള VBT വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷനുകൾ നോക്കിയാൽ. VBT എക്സ്പ്ലെയിൻ ദ ജിയോമെട്രി ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് എ ഗിവൺ കോർഡിനേഷൻ കോമ്പൗണ്ട്. അപ്പോൾ ഒരു 5-6 എക്സാമ്പിൾ
എക്സാമ്പിൾ നമ്മൾ തന്നെ സ്വന്തം ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ തന്നെ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അത് ആ എക്സാമ്പിളൊക്കെ ചെയ്യാൻ അറിയില്ലേ, എന്താണ് VBT തിയറി, എന്താണ് VBT തിയറിയുടെ ലിമിറ്റേഷൻസ് എന്നൊക്കെ ഒന്ന് മക്കൾ സെറ്റായിട്ട് പഠിച്ചു പോയിക്കോളാം. +1 ഇതേപോലെ വീഡിയോ ചെയ്തിരുന്നു ഞാൻ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ 6 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ എന്തായാലും മോസ്റ്റ് റിപ്പീറ്റഡ് എന്ന് പറയുന്നത് 6 ക്വസ്റ്റ്യൻസ് ആണ് അവർക്ക് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം നമ്മൾ സൂചിപ്പിക്കുന്നത് എന്തായാലും എല്ലാ പ്രാവശ്യവും ചോദിക്കാൻ ചാൻസുള്ള കുറേ ടോപ്പിക്കുകൾ എല്ലാ പ്രാവശ്യവും നമുക്ക് പറയാൻ പറ്റും. അപ്പം ഈ ടോപ്പിക്കുകൾ ഉറപ്പിച്ചില്ലേ എന്ന് തന്നെ മൈൻഡിൽ സെറ്റല്ലേ എന്ന് തന്നെ ഉറപ്പിച്ച് പോയിക്കോളാം. ഓക്കെ.